അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. ഇന്ന് നമ്മൾ ജൗവിദിൽ പഠിക്കുന്നത് ഹർഫു സാദ്, ഹർഫു സീൻ എന്നീ അക്ഷരങ്ങളെ പറ്റിയാണ്. സൂറത്തുൽ ഫീലിലൂടെ നമ്മൾക്കത് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ആദ്യത്തെ ആയത്തിൽ ബി അസ്ഹാബി എന്ന പദത്തിലാണ് സാദ് വന്നിട്ടുള്ളത്. സാദും സീനും ഏകദേശം ഒരു മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത്. സാദും സീനും നമ്മുടെ നാവിൻ്റെ അറ്റം താഴെ മുൻപല്ലുകളുടെ പിറകിൽ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വെച്ചുകൊണ്ടാണ് സാദും സീനും ഉച്ചരിക്കേണ്ടത്. ബി അസ്ഹാബി സാ സ. പക്ഷേ അതിൽ തമ്മിലുള്ള വ്യത്യാസം, സാദ് ഉച്ചരിക്കുമ്പോൾ അതിനെ നമ്മൾ കനപ്പിച്ച് കട്ടിയാക്കിയിട്ടാണ്, തഫ്ഖീമ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക. സാ എന്നാണ്. സാ നമ്മുടെ നാവിൻ്റെ പിറകിലെ അറ്റം മുകളിൽ തട്ടുന്നത് നമുക്ക് അനുഭവപ്പെടും, നാവ് ഒരു കുഴിയാകുന്നത് പോലെയൊക്കെ അനുഭവപ്പെടും. എന്നാൽ സീന് അത് നാവിനെ പരത്തി വെച്ചുകൊണ്ടാണ് ഉച്ചരിക്കുക, സ. എന്നാൽ സാദ് സാദ്. അപ്പോൾ ഇവിടെ ബി അസ്ഹാബി, ബി അസ്ഹാബി, പലരും അതിനെ സീനാക്കി മാറ്റും. ബി അസ്ഹാബി അത് തെറ്റായ ഉച്ചാരണയാണ്. ബി അസ്ഹാബിൽ ഫീൽ. മൂന്നാമത്തെ ആയത്തിൽ വ അർസല, വ അർസല, ഇവിടെ സ എന്നാണ്. ആരും വ അർസല എന്ന് ഉച്ചരിക്കാൻ പാടില്ല. നാലാമത്തെ ആയത്തിൽ മിൻ സിജ്ജീൽ, സിജ്ജീൽ, ഇവിടെ സി എന്ന് കൃത്യമായി പറയുക. നേരത്തെ പറഞ്ഞതുപോലെ സാദാക്കി മാറ്റുകയും ചെയ്യരുത്. അഞ്ചാമത്തെ ആയത്തിൽ ഫജഅലഹും കഅസ്ഫിൻ, കഅസ്ഫിൻ. ഇപ്പോൾ സാദ് ഇവിടെ കൃത്യമായി ഉച്ചരിക്കുക. സാ സി സു ഫ്. സാദ് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നാവും പല്ലും ഉപയോഗിച്ചുകൊണ്ടാണ് സാദ് ഉച്ചരിക്കേണ്ടത്. അല്ലാതെ ചുണ്ട് ഉപയോഗിച്ചുകൊണ്ട്, ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് സാദ് ഉച്ചരിക്കരുത്. ചിലർ സ്വാദ് എന്ന് പറയും, സ്വാദ് അല്ലെങ്കിൽ സ്വാദ്. അങ്ങനെയല്ല, നമ്മുടെ നാവും പല്ലും മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. സാദ് സാദ് സാ സി സു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.